രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയൊരു ലൈംഗിക പീഡന പരാതി കൂടി ഉയർന്നു വന്നിരിക്കുന്നു. ബാംഗ്ലൂർ സ്വദേശിനിയായ 23-കാരിയാണ് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ പുതിയ പരാതി അദ്ദേഹത്തിന്റെ കുരുക്ക് കൂടുതൽ മുറുക്കുന്ന നിർണായകമായ ഒരു വഴിത്തിരിവാണ്. പരാതിക്കാരിയുടെ മൊഴി അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി നേരത്തെ ഉണ്ടായിരുന്ന പരിചയം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പുതുക്കുന്നത്. തന്റെ ഫോൺ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞ് സംഭാഷണങ്ങൾക്കായി ടെലിഗ്രാം ഉപയോഗിക്കാൻ രാഹുൽ നിർബന്ധിച്ചു. ഈ മാധ്യമം വഴി തുടർച്ചയായി വിവാഹ വാഗ്ദാനം നൽകി. തുടക്കത്തിൽ പരാതിക്കാരിയുടെ കുടുംബം ഈ ബന്ധത്തെ എതിർത്തെങ്കിലും രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായതോടുകൂടെ അവർ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നുവെന്ന് യുവതി വ്യക്തമാക്കുന്നു. വിവാഹത്തെക്കുറിച്ചും ഭാവി കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാനെന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടം യുവതിയെ ഒറ്റയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടു. സുഹൃത്തായ ഫെനിൻ നൈനാൻ ഓടിച്ച വാഹനത്തിലെത്തിയ രാഹുൽ സ്വകാര്യത ഉറപ്പാക്കാനാണെന്ന് പറഞ്ഞ് യുവതിയെ ഒറ്റപ്പെട്ട ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 2023 ഡിസംബറിൽ ഇവിടെ വെച്ച് അതിക്രൂരമായ ബലാത്സംഗത്തിനും ലൈംഗിക പീഡനത്തിനും ഇരയാക്കിയെന്നും ഇതിന്റെ ഫലമായി തനിക്ക് ശാരീരിക മുറിവുകൾ പറ്റിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ മറ്റാരോപണങ്ങൾ ഉയരുന്നത് കുടുംബം കേട്ടു തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. തന്നോട് പെരുമാറിയ അതേ രീതിയിൽ രാഹുൽ മറ്റ് പലരെയും സമീപിച്ചിട്ടുണ്ടെന്ന് പരാതിക്കാരി തിരിച്ചറിഞ്ഞു. ഈ സാഹചര്യത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. ഭാര്യയും കുട്ടിയുമുണ്ടായാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നായിരുന്നു ഇതിന് അദ്ദേഹം നൽകിയ വിശദീകരണം. ലൈംഗിക ചൂഷണത്തിന് ശേഷം അതിൽ നിന്ന് തന്ത്രപരമായി പിന്മാറാൻ രാഹുൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തന ശൈലി, മോഡസ് ഓപ്പറാൻഡി, ഇതാണെന്ന് ആരോപണമുണ്ട്. ഈ പുതിയ പരാതിയുടെ വിശദാംശങ്ങൾ മുൻപ് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ വിശാലമായ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ ഗൗരവതരമാകുന്നത്. ബാംഗ്ലൂർ സ്വദേശിനിയുടെ പരാതിക്ക് ആഴത്തിലുള്ള പ്രാധാന്യം കൈവരുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുമ്പോഴല്ല, മറിച്ച് കോൺഗ്രസും നേതൃത്വം അവഗണിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ലൈംഗിക ചൂഷണത്തിന്റെ രേഖപ്പെടുത്തപ്പെട്ട ഒരു പരമ്പരയിലെ ഏറ്റവും പുതിയ അധ്യായമായി കാണുമ്പോഴാണ്. ഈ ആരോപണങ്ങളുടെ പൊതു സ്വഭാവം പരിശോധിക്കുന്നത് വിഷയത്തിന്റെ ഗൗരവം പൂർണ്ണമായി മനസ്സിലാക്കാൻ. വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന പ്രധാന ആരോപണങ്ങൾ ഇതൊക്കെയാണ്. നിലവിൽ അന്വേഷണം നേരിടുന്ന കേസിൽ യുവതിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും ഇതേ തുടർന്ന് അവർ 2 തവണ ആത്മഹത്യ ശ്രമിച്ചെന്നും മൊഴിയുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ യുവതിയും രാഹുലിനെതിരെ സമാനമായ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പോക്സോ കേസ് ഒത്തുതീർപ്പാക്കിയതായി ആരോപണം നിലനിൽക്കുന്നു. ഒരു IAS ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറിയെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിലെയും വനിതാ പ്രവർത്തകരോട് അനുചിതമല്ലാതെ പെരുമാറിയെന്ന ആരോപണങ്ങളും ശക്തമാണ്. ഈ ആരോപണങ്ങൾക്കെല്ലാം കോൺഗ്രസ് പാർട്ടി നേതൃത്വം എന്ത് നിലപാടെടുത്തു എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വ്യക്തിപരമായ ഒന്നതിലുപരി കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമായും രാഷ്ട്രീയ പ്രതിസന്ധിയായും മാറിക്കഴിഞ്ഞു. ഈ പരാതികൾ കൈകാര്യം ചെയ്ത രീതിയും പാർട്ടിയിലുണ്ടായ ഭിന്നതയും നേതൃത്വത്തിന്റെ പങ്കിനെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെക്കുറിച്ച് AICC KPCC തലപ്പത്തുള്ളവർക്കും അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന K സുധാകരനും അറിവുണ്ടായിരുന്നുവെന്നും എന്നാൽ നടപടിയെടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ വെള്ളപൂശാനും സംരക്ഷിക്കാനും ശ്രമിച്ചുവെന്നുമാണ് പ്രധാന ആക്ഷേപം. ഇത്രയധികം ആരോപണങ്ങൾ നിലനിൽക്കെയാണ് പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ പാലക്കാട് MLA ആക്കി ഉയർത്തിയതെന്നും ഇത് നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടെയാണെന്നും ശക്തമായ ആരോപണം നിലനിൽക്കുന്നു. പാർട്ടിയിലെ ഭിന്നത. ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നത പ്രകടമാണ്. ഒരു വശത്ത് VD സതീശൻ, രമേശ് ചെന്നിത്തല, മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ ശക്തമായ നിലപാടെടുത്തപ്പോൾ മറുവശത്ത് K സുധാകരനെ പോലെയുള്ളവർ രാഹുലിനെ പയ്യനാണ്, ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. രാഹുലിനെ വിമർശിച്ച നേതാക്കളെ ലക്ഷ്യം വെച്ച് പാർട്ടിയിലെ തന്നെ ചില സൈബർ ഹാൻഡിലുകൾ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയപരമായ ഈ ചർച്ചകൾ തുടരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം നിയമപരമായി വലിയൊരു പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം കടുത്ത നിയമപരമായ വെല്ലുവിളികളാണ് നേരിടുന്നത്. പുതിയ പരാതി ഉയർന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ നിയമപരമായ നില കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ്. ആദ്യത്തെ പീഡന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ബാംഗ്ലൂർ സ്വദേശിനിയായ യുവതിയുടെ വിവരങ്ങൾ കണ്ടെത്തുന്നത്. തുടർന്ന് യുവതിയെ ബന്ധപ്പെട്ട അന്വേഷണ സംഘം അവരുടെ മൊഴി ഔദ്യോഗികമായി രേഖപ്പെടുത്തി. യുവതി ഇതുവരെ പോലീസിൽ നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും AICC KPCC നേതൃത്വങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പരിഗണനയാണ്. ഈ സാഹചര്യത്തിൽ പുതുതായി ലഭിച്ച മൊഴിയുടെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ജാമ്യം ലഭിക്കുന്നതിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. നിലവിൽ രാഹുൽ ഒളിവിൽ കഴിയുന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നൊന്നായി ഉയർന്നുവരുന്ന ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കനത്ത ആഘാതം
ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വാസ്യതയെ മാത്രമല്ല, അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിച്ഛായയെയും ചോദ്യം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി രാഹുലിന്റെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നുവെന്നും എന്നിട്ടും അവർ അദ്ദേഹത്തെ സംരക്ഷിക്കുകയും സുപ്രധാന പദവികൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന ആരോപണമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഉത്തരവാദിത്യം, രാഷ്ട്രീയ സംരക്ഷണം, നേതൃത്വത്തിലെ ധാർമ്മികത എന്നിവയെക്കുറിച്ച് നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുകയാണ്.